ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ടൈം 7:30 കഴിഞ്ഞോട്ടാ, രാത്രി വൈകിട്ട്. എന്താണെന്ന് വെച്ചാൽ നാളെ ശിവൻ്റെ ബർത്ത്ഡേ ആണ്. എൻ്റെ ഫ്രണ്ട് എൻ്റെ വീഡിയോ കണ്ടവർക്ക് അറിയാം, ശിവനെ അറിയാമായിരിക്കുമെന്ന് വിചാരിക്കണം. അവൻ്റെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പോൾ ഇന്ന് ഞാനൊരു ഗിഫ്റ്റ് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് പോവാണ്. എന്ത് വാങ്ങിക്കുന്ന ആകെ കൺഫ്യൂഷനിലാണ്. എന്നിട്ട് ഞാൻ അമ്മയുടെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു വല്ല ഷർട്ടോ അങ്ങനെ എന്തെങ്കിലും എടുത്തു കൊടുക്കാൻ പറഞ്ഞു. അല്ലാതെ ഞാൻ എന്താ വാങ്ങിക്കാല്ലേ. എന്നിട്ട് ഞാനിപ്പം അവൻ നാളെ കാലത്ത് നേരത്തെ വരാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. എന്നിട്ട് അവൻ അമ്പലത്തിൽ പോകണം, അങ്ങനെ കുറേ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ എന്ത് ഗിഫ്റ്റ് വാങ്ങുന്ന കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. ഇനി പോയി നോക്കണം ഗൈസ്. അപ്പോൾ ഇന്ന് ഗിഫ്റ്റ് വാങ്ങിച്ചിട്ട് നാളെ കാലത്ത് നേരത്തെ പോവാം. ബാക്കി കാണാം കേട്ടോ ഗൈസ്. ഈ വഴിയാട്ടോ നമ്മൾ പോണേ. ഈ ഹെഡ്ലൈറ്റ് ഓഫ് ആക്കി കഴിഞ്ഞാലേ ഒരു വെളിച്ചം പോലും ഇവിടെ ഉണ്ടാവില്ല. കാണിച്ചു തരാം, നോക്കിയോ. കണ്ടാ സീനാണ്. ഇവിടെ മൊത്തം പാടങ്ങളും കാര്യങ്ങളൊക്കെ ആണ്. പിന്നെ അവിടെയാണ് കുറച്ച് വീടുകളുള്ളത്. ഈ വഴിയാണ് അപ്പൊ നമ്മൾ പോവുക. ഇതൊരു ഷോർട്ട് കട്ടാണ് ജംഗ്ഷനിക്കുള്ളത്. ഗായ്സ്, അപ്പൊ നമ്മൾ ഫൈനലി ഒരു ഷർട്ട് എടുത്തു കേട്ടാ. ഇങ്ങനത്തെ ഷർട്ടാണ് അവന് ഇടുള്ളൂ, ഡബിൾ പോക്കറ്റ് ഉള്ളത്. അപ്പൊ അത് എടുത്തിട്ടുണ്ട്. ഇതെന്തായാലും ഇഷ്ടപ്പെടുമായിരിക്കും അവന്, അത് ഉറപ്പാണ്. അപ്പൊ നമുക്ക് ഇനി നേരെ വീട്ടിലോട്ട് പോയി നാളെ കാണാം. നാളെ രാവിലെ നേരത്തെ എണിച്ചിട്ട് പോകണം. അപ്പൊ ബൈ ഗായ്സ്. നമ്മൾ കുറച്ച് ഗിഫ്റ്റ് പേപ്പറും വാങ്ങിച്ചിട്ടുണ്ട്, റാപ്പിംഗ് പേപ്പർ. ഇതിൽ ഗിഫ്റ്റ് നമുക്ക് കവർ ചെയ്യാം. അപ്പൊ നമുക്ക് ഇനി നേരെ പോവാം. ഇനി വീടെത്തിട്ട് കാണാം കേട്ടോ, ബൈ ഗായ്സ്. അപ്പൊ നമ്മൾ തിരിച്ച് വീടെത്തിയിട്ടുണ്ട്. ഇനി ഞാൻ ഷർട്ട് വാങ്ങിച്ചത് കാണിച്ചു തരാം കേട്ടോ. ആദ്യം ഇതാ ഈ ഷർട്ടാണ് വാങ്ങിച്ചത്. ഇവൻ ഇങ്ങനത്തെ ഷർട്ടൊക്കെ തന്നെ ഇടുള്ളൂ, ഇങ്ങനെ ഡബിൾ പോക്കറ്റ് ഉള്ളത്, ഇങ്ങനെയുള്ളതൊക്കെ. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ കിട്ടി ഭാഗ്യം കൊണ്ട്. ഇനി എന്താ പരിപാടി എന്ന് വെച്ചാൽ നമുക്കിത് പാക്ക് ചെയ്യണം. പാക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് പേപ്പറിൽ റാപ്പ് ചെയ്യണം. ഗൈസ്, അപ്പോൾ ഇന്ന് നെക്സ്റ്റ് ഡേ ആയി. ഇന്നാണ് ബർത്ത്ഡേ. ഞാൻ 7 മണിക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞതല്ലേ, പക്ഷേ വൈകി. ഇപ്പോൾ സമയം ഒരു 7:30 7:45 ആവാറായി. ഇനി എന്തായാലും ഇപ്പം ഇറങ്ങാം. ഇനി നേരെ അവൻ്റെ വീട്ടിലേക്കാണ് പോകണം. അവനെ വിളിച്ചപ്പോൾ ഉറങ്ങി എണിച്ചിട്ടില്ല പറഞ്ഞു അവൻ്റെ അനിയത്തി. അപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ പോവാം. ഗിഫ്റ്റൊക്കെ അവിടെ സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി എടുക്കണം, നേരെ പോകണം. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ. പോണ വഴിക്ക് ഒരു നല്ല വ്യൂ കിട്ടി ഗൈസ്. കണ്ടാ മഞ്ഞത്തതാ സൂര്യ ഉദിച്ച് വരുന്നുണ്ട്. ഇപ്പോഴെന്നെ മഞ്ഞ കിട്ടാ, കുറച്ചേരം കഴിഞ്ഞാൽ ഭയങ്കര ചൂടാവും. അവിടെ മൊത്തം പാടങ്ങളാണ്. ഞാനിപ്പോൾ ശിവന്റെ വീടെത്താറായി. ഇതാ കുറച്ച് ദൂരം കൂടെ പോയാൽ അവൻ്റെ വീടെത്തും. അവ ഉറങ്ങി അടിച്ചാന്നുള്ളതൊന്നും അറിയില്ല കേട്ടാ, പിന്നെ വിളിച്ചിട്ടില്ല. എന്തായാലും നമുക്കിപ്പോൾ പോയി നോക്കാം. ഇപ്പം എത്തും. ഇനി ഒരു 2 വളവ്. ഗൈസ്, ശിവ ഉറപ്പാട്ടാ. ഇവൻ്റെ ഒരു വജ്രായുധം ഇവിടെ നിൽക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ബർത്ത്ഡേ ചെക്കനെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം എന്താ വന്നപ്പോൾ തൊട്ട് തല പൊക്കിയിട്ടില്ല, ഇങ്ങനെ തന്നെയാണ്. ഗ്യാസാണ് ഗൈസ്, അവന് ഗ്യാസാണ്. നല്ല ഇന്ത്യൻ ഗ്യാസാണ് തോന്നുന്നു. ഇന്നലെ തൊട്ട് അവന് ഗ്യാസാണ്. കുരിച്ചു ഗ്യാസ് ആയപ്പോ തൊട്ട് തല നോക്കിയിട്ടില്ല. എന്തായാലും ഇനി അമ്പലത്തിൽ പോണം. പറയണ എവിടേക്കൊക്കെ പോണം. അമ്പലത്തിൽ പോണം. ഇവന് മുടി വെട്ടണം അത്രേ. ഇനി മുടിയൊക്കെ വെട്ടിക്കണ്ട് അമ്പലത്തിലും പോയി സെറ്റ് ആയിട്ട് വരാം. ഗൈസ്, നമ്മൾ ഗിഫ്റ്റ് എടുത്തിട്ടുണ്ട്. പിടിക്കടാ ഗൈസ്, നമ്മുടെ ഗിഫ്റ്റ് കൈമാറിയിട്ടുണ്ട് കേട്ടാ. നീ അറിയാത്ത പോലെ കാണിക്കണ്ട, വേൻ തുറക്കങ്ങട്. നീ എന്തിനാ മച്ചാനെ ഇതൊക്കെ എടുത്താ നിന്നത്? ഇരിക്കട്ടെ ഗൈസ്. അപ്പൊ ഞാനും ശിവയും കൂടി നേരെ ചിറ്റൂര് പോവാണ്. അവിടെ അച്ഛൻ ചിക്കനും എടുത്ത് നിൽക്കുന്നുണ്ട്. ഇനി അവനെയും വിളിച്ചിട്ട് ഇനി ഇവർക്ക് 2 പേർക്കും ഇനി മുടിയും വെട്ടാൻ പോണം. ഇത് അമ്പലത്തിൽ പോക്ക് നടക്കില്ല തോന്നുന്നുണ്ടോ ഒക്കെ കൂടി കഴിയുമ്പോഴേക്കോ? അതാ ഗൈസ്. ഇതാ അവിടെ ശിവ മുടിയൊക്കെ വെട്ടിയിട്ടുണ്ട്. നമുക്ക് അച്ചുവും വെട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരേ പോക്ക്. ഇനി നേരെ വീട്ടിക്ക്. ഗൈസ്, ശിവ കുളിക്കാൻ പോയിരിക്കാൻ കേട്ടാ. ഞാൻ ഇവിടെ ശിവന്റെ ഒരു ക്യൂട്ട് പെറ്റിൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കണം. ആള് സീനാണ്, ടെററാണ്. അടിക്കും നോക്കട്ടാ, അടിക്കണ്ട. ഇവിടെ ശിവ കുളിയെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇനി നേരെ ഇപ്പൊ അമ്പലത്തിക്കാണ് കേട്ടാ പോണ്. ചിറ്റൂർ കാവിക്കല്ലേ, നേരെ ചിറ്റൂർ കാവിക്ക് പോവാണ്.
ഇപ്പൊ തന്നെ സമയം 10 ഗൈസ്. നമ്മളങ്ങനെ ചിറ്റൂർക്കാവ് എത്തി. ഇതാ ഇപ്പൊ ഒരു ലുങ്കി കൊണ്ട് കൊടുത്തിട്ട് അത് വെറുതെ അഴിക്കുക കൊടുക്കുക ചെയ്യല്ലേ. വാ അമ്പലം എത്തിട്ടാ, ഇനി ഒന്ന് തൊഴുതാ പോവാ. ഇതാണ് ഗൈസ് അമ്പലം. അന്ന് കൊങ്ങമ്പട നടന്ന അമ്പലമാണ്. കൊങ്ങമ്പടയ്ക്ക് അന്ന് നമ്മൾ ഈ അമ്പലത്തിലാണ് വന്നത്. അന്ന് തിരക്കാണ്, കാണാൻ പറ്റിയില്ല. ഇപ്പൊ പിന്നെ തിരക്കൊന്നുമില്ല. എന്തായാലും അമ്പലത്തിൽ പോയി തൊഴുതിയിട്ട് കാണാം. നമ്മളപ്പോൾ അമ്പലത്തിലെല്ലാം പോയി തിരിച്ചെത്തിയിട്ടുണ്ട്. ശിവന്റെ വീടെത്തി. ശിവന്റെ അമ്മയാണെങ്കിൽ ഫുൾ കുക്കിങ്ങിലാണ്. ഉച്ചയ്ക്കുള്ള സ്പെഷ്യലാണ് കേട്ടാ ഫുള്ള്. അവർക്ക് ഫുൾ ചെക്കൻ്റെ ബർത്ത്ഡേ ഉഷാറാക്കണം എന്തായാലും. വയലിട്ടിക്കള ഷർട്ടൊക്കെ ഇട്ടിട്ട് ഞങ്ങളപ്പോൾ ചുമ്മാ ഇങ്ങോട്ട് നടക്കാൻ ഇറങ്ങിയതാട്ടോ. അവിടെ നിന്നൊരു കടയുണ്ട്, അവിടേക്ക് പോകണം എന്ന് പറഞ്ഞപ്പോൾ വണ്ടി എടുത്തില്ല, ഈ വഴി നടന്നു. വഴി കാണിച്ചു തരാം എങ്ങനത്തെയാന്ന്. നല്ലൊരു പാട വരമ്പിൽ കൂടെ നടക്കുന്നുണ്ട്. ഇതാ മൊത്തം ഇതാ ശിവ പോകണം. വേദി കൂടെ ചാടിക്കയറി കൈസിന് എനിക്ക് ഇതിൽ കൂടെ ചാടിക്കയറണം. ഈ വഴിയാണ് കേട്ടോ കടയ്ക്ക് പോകണം. ഇവിടെ ഒരു കടയുണ്ട് പറഞ്ഞു. ഞങ്ങൾ കുറച്ച് സാധനം എൻ്റെ അമ്മ വാങ്ങിക്കാൻ പറഞ്ഞപ്പോൾ അതൊക്കെ മറന്നിട്ട് വന്നു. അപ്പം ഇവിടുത്തെ കടയ്ക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് നടക്കുകയാണ്. ഇതാണ് ഇവിടെ മൊത്തം പാടങ്ങളാണ്. അത് അവിടെയാണ് ശിവൻ്റെ വീട്. അവിടെ തന്നെ അവിടെ ശിവൻ്റെ വീട്. ഇവിടെ മൊത്തം ഇവിടെയൊക്കെ ഫുള്ള് പാടങ്ങൾ. ഈ വഴി ഇങ്ങനെ പോയാൽ ഒരു കടയെത്തും. എത്തുന്നാ പറയണേ, എനിക്കറിയില്ല കേട്ടോ, ഞാൻ ഇതുവരെ പോയിട്ടില്ല. പോയി നോക്കാം. ഇന്ന് പിന്നെ വലുതായിട്ട് വെയിലൊന്നും കാണാനില്ല കേട്ടാ. ഒരു കൂൾ ക്ലൈമറ്റ്. എനിക്ക് ഇങ്ങനത്തെ ക്ലൈമറ്റാണ് ഇഷ്ടം. ഇതല്ല സെറ്റ്. മഴയും അല്ല വെയിലും അല്ല, ഒരു ഇങ്ങനെയുള്ളൊരു ക്ലൈമറ്റ്. വെയിലും ഒന്നുമില്ല ഇന്ന്. നല്ല കൂളായിട്ടുണ്ട്. ഇതാകുമ്പോൾ ഇങ്ങനെ പോയാൽ നല്ല തണുപ്പും ഉണ്ട്, എന്നാൽ ഒരുപാട് വെയിലും ഇല്ല. ഇപ്പോൾ കട എത്താൻ ഇനി എത്ര ദൂരം ഉണ്ടെന്ന് അറിയില്ല. ഇവൻ ഫോണും വിളിച്ചതാ നടക്കുന്നുണ്ട് ഫ്രണ്ടിൽ. ഗൈസ് നമ്മളങ്ങനെ ആ പാടത്തു നിന്ന് റോട്ടിൽ കയറി. റോഡല്ല, ഒരു ചെറിയതാ അങ്ങനെ ചുരുക്ക് പോലെ. അങ്ങനെ തമിഴ് സിനിമയിലൊക്കെ കാണില്ലേ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോൾ പോലീസ് കള്ളനെ പിടിക്കാൻ വരുമ്പോൾ ഓടുന്നുള്ള വഴി പോലത്തെ വഴി കണ്ടാ. വീട്ടിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ പോണ്ട്. ഇതാ അവിടെ ഒരു റോഡ് എത്തി. ഇനി കട എവിടെ? ഈ വഴിയാ? ഇതാണ് കട. അപ്പം കുറേ നേരമായി നേരെ വീട് പറയുന്നു. കുറേ നേരമായി നടക്കാൻ തുടങ്ങിയിട്ട്. നേരെ ഇനി ചിറ്റൂരെത്തും തോന്നുന്നുണ്ട് വിട്ടിട്ട്. ഗൈസ് ഞങ്ങൾ കടയെത്തിയപ്പോൾ കട തുറന്നിട്ടില്ല. അതാണ് കട. കടക്കാരന്റെ സൈഡായി. ഇനി എന്ത് വേറെ കടയുണ്ട് അവിടെ? വേറെ കടയുണ്ട് പറയുന്നുണ്ട്. ഇപ്പൊ എന്നെ കിലോമീറ്റർ കണക്ക് നടത്തിക്കുന്നുണ്ട്. അപ്പൊ വെയിലൊക്കെ വന്നു. വെയിൽ വരാണ്ടിച്ച് പറ. ഗൈസ് നമ്മളിപ്പോ അടുത്ത കട തരണേരന് ഈ വഴി കൂടെ പോകുന്നുണ്ട്. ഇവിടെ കുളം, ഇവിടെയൊക്കെ പാടങ്ങളാണ് ഫുള്ള്. ആണ് തോന്നണം. നല്ല കാര്യം ഗൈസ്, ഇവിടുത്തെ കടയും ഇല്ല. ഇനി എവിടേക്കാവാൻ പോകണമെന്ന് എനിക്കറിയില്ല. ഇനി അടുത്ത കടയ്ക്ക് ഇനി കിലോമീറ്ററുകൾ ഇനി നടക്കേണ്ടി വരും. നമ്മളതാ അമ്മമാരൊക്കെ വൈക്കോല് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മളങ്ങനെ അടുത്ത കട എത്തിയിട്ടാണ്. ഇവിടെ തുറന്നുണ്ട് ഭാഗ്യം കൊണ്ട്. ഇനി ഇവിടെ നിന്ന് സാധനം വാങ്ങിക്കുക, തിരിച്ചു പോവുക. കടയിലത്തിൽ ഫുള്ള് ക്ഷീണിച്ചു. കടയിൽ വാങ്ങാൻ പറഞ്ഞ സാധനം വാങ്ങിച്ചില്ല. 2 സോഡയും 1 ബിസ്ക്കറ്റും വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ഇത് കഴിക്കുക, കുടിക്കുക, എന്നിട്ട് നേരെ പോവാം. ശിവ ബിസ്ക്കറ്റ് തീറ്റിയിലാണ് ഗൈസ്. ഞാനാണെങ്കിൽ സോഡയും. ഇപ്പൊ വെയിലായി ഇവിടെയൊക്കെ ഫുള്ള്. ഗൈസ് ജീരക സോഡ കുടിച്ച് ചെറുതായിട്ട് പണി പാളി. ഇവൻ ഓൾറെഡി ഇന്നലെ ഗ്യാസ് ഉണ്ടായിരുന്നു എന്നല്ലേ പറഞ്ഞത്. ഇതിപ്പോ കുടിച്ചപ്പോ എന്തായെന്ന് പറഞ്ഞോ, ഇതിത്തെ ഗ്യാസ് ഒക്കെ ഉള്ളിൽ പോയിട്ട് വെളിയിലേക്ക് വരുന്നില്ല, ഉള്ളിൽ തന്നെ നിൽക്കണോ. ഇപ്പൊ എനിക്കും ഗ്യാസായി. എനിക്ക് ഇരട്ടിയായാ? അവനെ ഇരട്ടിയായി. നമ്മൾ പോയ വഴി തന്നെ തിരിച്ച് വന്നിപ്പോൾ വീടെത്തിയിട്ടാ. വീടെത്തും എത്തിക്കഴിഞ്ഞിട്ട് ബാക്കി നോക്കാം. ഇനി ഗൈസ് കേക്ക് മുറിക്കണം. നമ്മൾ കേക്കൊക്കെ വാങ്ങിച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അവിടെ തുറന്ന് മുറിക്കാം. ശിവയ്ക്ക് സർപ്രൈസ് കൊടുക്കാനാണ്. ഇവിടെ ശിവ ഒക്കെ കൂടി ടെൻഷനായിട്ടാ. ചെക്കൻ സെൻഡി ആയി, ചിലപ്പോൾ കരയാൻ ചാൻസ് ഉണ്ട്. ആള് സെൻഡി ആയിട്ടുണ്ട്. കേക്കൊക്കെ കണ്ടതും കുഴപ്പമില്ല. പുഷ്പയാ പുഷ്പ ഇന്റർനാഷണൽ. ഇവ ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് ഇവന് കേക്ക് മുറിക്കാൻ നാണക്കേടാവണം. അത്ര ഒളിഞ്ഞിരിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ to you. May God bless you, dear. May God bless you, dear.
അവനെ മൊത്തം പറയിക്കോടാ റോക്കിന് പല അമ്മ ഗൈസ് അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇവിടെയുള്ള എല്ലാവർക്കും കൊടുക്കാൻ പോവാണ്. ശിവദാ ഉണ്ട് കരയണ്ട വിട്. ഗൈസ് അപ്പൊ ശിവന്റെ അമ്മ ഫുഡൊക്കെ റെഡിയാക്കി ഇവിടെ എല്ലാവരും ഫുഡ് കഴിക്കാൻ ഉണ്ട്. ഇതാ ബർത്ത്ഡേ ബോയ് കാണിക്കില്ല ഫുള്ള് ആറ്റിറ്റ്യൂഡിലാണ്. സോ ഗൈസ് അപ്പൊ നമ്മള് ഫുഡെല്ലാം കഴിച്ചു, നല്ല പായസവും കുടിച്ചു. അംഗത്തിന് അത് മതി. ഇനി നേരെ അച്ചുവിന്റെ വീട്ടിലേക്ക് പോവാണ്. അച്ഛൻ്റെ വീട് തൊട്ടപ്പുറത്ത് തന്നെ കേട്ടാ, അവിടേക്ക് പോവാ. ഇനി അവിടെ കുറച്ച് നേരം ഇരുന്ന് വൈകുന്നേരം ആകുമ്പോ വീട്ടിൽ പോവാം. ഗൈസ് നമ്മൾ കടയ്ക്ക് വന്നപ്പോ ശിവന്റെ ബർത്ത്ഡേ ആയിട്ട് എന്റെ കൂട്ടുകാരൻ വന്നിട്ടുണ്ട്, കാണിച്ചു തരാട്ടാ. ഇതായിരിക്കില്ലേ വിളിക്കടാ ശിവ, ബർത്ത്ഡേക്ക് വന്നതല്ലേ വിളിക്ക്. ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകണോ? ശിവനെ പോലെ തന്നെ നല്ല അനുസരണയുണ്ട്. ഓക്കെ, ഈ സിറ്റിയിൽ വന്നിരിക്കണേ കണിക്കോടാണ്. ചെറിയ തിരക്കിന്റെ ഇടയിൽ കൂടെ ആള് വന്നു. അപ്പൊ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞാൻ നേരെ വീട്ടിലേക്കാണ് കേട്ടാ. ഇനി വീട്ടിൽ പോവാണ്. പിന്നെ എപ്പോഴെങ്കിലും മീറ്റ് ചെയ്യാം. വീടെത്തിയിട്ട് കാണാം. ബൈ ഗായ്സ്. അപ്പൊ ഞാൻ തിരിച്ച് വീടെത്തി. അപ്പൊ നമ്മുടെ ശിവന്റെ ബർത്ത്ഡേ ഇങ്ങനെ പോയി, അടിപൊളിയായിട്ട് പോയിട്ടാ. അപ്പൊ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.